Hi students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ലൈൻസിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 216ലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ദിവസം പഠിച്ചു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു റെക്റ്റാങ്കിൾ അഥവാ ഒരു ചതുരം, അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും തന്നിരുന്നു. അതായത് നീളവും വീതിയും തന്നിരുന്നു. എന്നിട്ട് ആ റെക്റ്റാങ്കിളിൽ നിന്ന് അതേ പരപ്പളമുള്ള അതേ ഏരിയ ഉള്ള മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാനും അതേ പരപ്പളമുള്ള അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനും നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ സ്ക്വയർ വരയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഏരിയയും തന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്ത് എങ്ങനെയായിരുന്നു? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ലെങ്ത്ത് തന്നിരുന്നു, ബ്രെഡ്ത്ത് തന്നിരുന്നു. ഇപ്പം 4ഉം അല്ല 5ഉം 3ഉം ആയിരുന്നെങ്കിൽ ആ റെക്റ്റാങ്കിൾ ആദ്യം നമ്മൾ വരയ്ക്കും. എന്നിട്ട് ഇങ്ങോട്ട് 3 ഈ ഹൈറ്റ് എത്രയാണോ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടൊക്കെയാണ് സ്ക്വയർ വരച്ചത്. ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ കാര്യം ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഏരിയ എത്രയാണ്? 15 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് ആ റെക്റ്റാങ്കിളിൻ്റെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 5 × 3 ആണ് 15 അല്ലേ? അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് അഥവാ വിഡ്ത്ത് 5ഉം ഹൈറ്റ് 3ഉമായിട്ട് നമുക്ക് എടുക്കാം അല്ലേ? പക്ഷേ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നില്ല നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഇത്രയും ഭാഗം ഈ 3 സൈഡ് വരയ്ക്കാതെ ഡയറക്റ്റ് 5 + 3 അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5 + 3 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ആ 8 സെൻറ്റിമീറ്റർ നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ 5ഉം 3ഉം ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇതൊരു കോഡാണ് അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഞാണാണ്. ഇത് എ, ഇത് ബി. ഈ പോയിന്റാണ് പി ആയിട്ട് വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു അല്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. പകുതി കൂടുതൽ എടുക്കുക, എന്നിട്ട് 2 എൻഡ് പോയിന്റ്സിൽ വെച്ചിട്ടും ആർക്ക് വരയ്ക്കാം. മുകളിലും താഴെയും ആർക്ക് വരയ്ക്കണം. ഇനി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മിഡ് പോയിന്റ് കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മിഡ് പോയിന്റ്. ഇനി ആ മിഡ് പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിളോ സെമി സർക്കിളോ എന്ത് വേണമെങ്കിലും വരയ്ക്കാം. സർക്കിൾ കംപ്ലീറ്റ് ആക്കണമെന്നില്ല, സെമി സർക്കിൾ വരച്ചാലും മതി. ഇനി പിയിൽ കൂടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം അല്ലേ? അതിന് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് ആ സർക്കിളിൽ അല്ലെ സെമി സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് എടുക്കേണ്ടത്. കണ്ടല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫസ്റ്റ് കോഡ്. സെക്കൻഡ് കോഡിൻ്റെ പകുതിയാണ് ഇപ്പം വരച്ചത്. അതായത് CD എന്ന കോഡ് ഓർക്കുന്നുണ്ടോ? അപ്പോൾ D ഇങ്ങോട്ട് താഴോട്ടാണ് അല്ലേ? സെൻട്രലിൽ നിന്ന് വരയ്ക്കുന്നതായതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലറുമാണ്, ബൈസെക്റ്റും ചെയ്യും. ഇതാണല്ലോ നമ്മുടെ സെൻറ്റർ O. ആ സെൻറ്ററിൽ നിന്ന് ഈ ഒരു കോഡിലേക്ക് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റും ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് വരച്ചാലും സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് വരയ്ക്കാത്തത്. ഇനി നമുക്കാണെങ്കിലും ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് സർക്കിൾ വരച്ച് താഴോട്ടേക്കാണ് നിങ്ങൾ ബാക്കി കോഡ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മുകളിലോ താഴെയോ എവിടെയെങ്കിലും സ്ക്വയർ ക്രിയേറ്റ് ചെയ്താൽ മതി. സെയിം ഏരിയ വന്നാൽ മതി. അപ്പം നമുക്ക് ഈ PC എന്ന അളവ് എടുത്തിട്ട് സ്ക്വയറിനെ കംപ്ലീറ്റ് ആക്കാം. നമുക്കതിന് ഈ സൈഡ് കിട്ടാൻ വേണ്ടി നമുക്ക് ആ സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്യണം, അതായത് ഡയമീറ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്യണം.
സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. ഇതാണ് നമ്മുടെ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ 5 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ. അപ്പോൾ ഒന്നാമത്തെ കേസായിട്ട് നമുക്ക് എടുക്കാവുന്നത് 5 × 1. 5 × 1 5 ആണല്ലോ. അപ്പോൾ ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ അതിനെ 5 × 1 ആക്കി എടുത്തിട്ട് 5 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും എടുത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ വെച്ച് വരയ്ക്കാം. അപ്പോൾ 5ഉം 1ഉം കൂടെ കൂട്ടി 6 സെന്റിമീറ്റർ നമ്മൾ എടുക്കാം. ആണല്ലോ. ഇത് 5 സെന്റിമീറ്ററും ഇത് 1 സെന്റിമീറ്ററും എടുത്തു. ഇനി എൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പകുതി കൂടുതൽ എടുത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. മുകളിലും താഴെയും ആർക്ക് വരയ്ക്കാം. 2 എൻഡ് പോയിന്റ്സിൽ നിന്നും വേണം ജോയിൻ ചെയ്യാം. മിഡ് പോയിന്റ് കിട്ടി. അതിൽ നിന്ന് നമുക്ക് സെമി സർക്കിൾ വരയ്ക്കാം. അപ്പം നമ്മുടെ ഈ പോയിന്റാണ് എ, ഇത് ബി. എ ബി എന്നുള്ള ഫസ്റ്റ് കോഡ്, അത് പി എന്ന പോയിന്റിൽ കൂടെയാണ് അടുത്ത കോഡ് പോകേണ്ടത്. അതാണ് 5 ആയിട്ടും 1 ആയിട്ടും കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആ പിയിൽ കൂടെ നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കണം. അത് സർക്കിളിൽ അല്ലെ ഈ സെമി സർക്കിളിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് വരെ നോക്കണം. ആ ലെങ്ത് എടുത്ത് നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ സൈഡിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം സ്ക്വയർ വരയ്ക്കാനായിട്ട്. ഈ പോയിന്റാണ് സി. ഇപ്പം സി പി ആണ് രണ്ടാമത്തെ കോഡിൻ്റെ പകുതി. അപ്പോൾ അളവെടുക്കുക, എന്നിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ആക്കുക. രണ്ടാമത്തെ സൈഡായി. മൂന്നാമത്തെ സൈഡ്, നാലാമത്തെ സൈഡ്. ഇതാണ് നമ്മുടെ സ്ക്വയർ. ഇതാണ് നമ്മുടെ സ്ക്വയർ. ഇനി ഇത് ഒന്നാമത്തെ മെത്തേഡ്. 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് വരയ്ക്കണമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് ഏരിയ സെയിം ഏരിയ തന്നെയാണ്, 5 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അതിനെ 2.5 × 2 എന്ന് എഴുതാമല്ലോ. 2.5 × 2 5 തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിവിടെ 2.5ഉം 2ഉം കൂടെ എടുക്കുക. 2.5 + 2 എത്ര വന്നു? 4.5 വന്നു. അപ്പോൾ 4.5 നമുക്ക് ആദ്യം വരയ്ക്കണം. അപ്പോൾ 2.5ഉം 2ഉം ആയിട്ട് കട്ട് ചെയ്തു. ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് കോഡ്. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പകുതി കൂടുതൽ എടുത്ത് 2 എൻഡ് പോയിന്റ്സിലും വെച്ച് വരയ്ക്കണം. മിഡ്
പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെമി സർക്കിൾ വരയ്ക്കാം. സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണല്ലോ കോഡ്, എ ബി എന്നുള്ള കോഡ്. ഈ പോയിന്റാണ് പി. ആ പിയിൽ കൂടെ നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇപ്പം കിട്ടിയ പോയിന്റാണ് സി, രണ്ടാമത്തെ കോഡിന്റെ പകുതി. എ ബിയും സി ഡിയും ആണല്ലോ രണ്ട് കോഡ്സ്. ആ സെയിം പേരാണ് ഞാൻ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് തെറ്റുകയല്ല. അളവെടുത്ത് നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. ജോയിൻ ചെയ്യുമ്പോൾ സ്ക്വയർ ആയി. ഇതിന്റെ രണ്ടിന്റെയും ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് മൂന്നാമതൊരു ഹിന്റും കൂടെ തന്നിട്ടുണ്ട് അല്ലെ. ഹിന്റ് എന്താണ് പറയുന്നത്? പൈതഗോറസ് തിയറം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അഥവാ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. ഇത് നമുക്കറിയാം. അല്ലെങ്കിൽ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാമല്ലോ അല്ലേ, കർണം. അപ്പോൾ നമുക്ക് കർണം എത്ര വരണം? അതായത് ഒരു സ്ക്വയറിന്റെ ഏരിയയാണ് തന്നിരിക്കുന്നത്, പരപ്പളവാണ് 5 തന്നിരിക്കുന്നതെങ്കിൽ ഓരോ വശവും എത്ര വീതം വരും? √5 വീതം വരും ആണല്ലോ. ഈ √5 ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ട് ആ അളവെടുത്ത് അങ്ങോട്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്താൽ പോരെ. ഇപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിള്, ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം √5 വരുന്ന രീതിയിൽ വരയ്ക്കണം. കർണം √5 വരണമെങ്കിൽ, അതായത് കർണം √5 വരണമെങ്കിൽ നമുക്ക് എങ്ങനെ വാല്യൂ എടുക്കണം? √4 + 1 ആണ് √5 അല്ലേ. അപ്പോൾ ഈ 4 എന്ന് പറയുന്ന 2 സ്ക്വയർ ആണല്ലോ, 1നെ 1 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പൊ ബി സ്ക്വയർ ആണ് 2 സ്ക്വയർ, എ സ്ക്വയർ ആണ് 1 സ്ക്വയർ. അല്ലെങ്കിൽ ബേസ് പാദം 2ഉം ലംബം 1ഉമായിട്ട് എടുത്താൽ, പാദം 2ഉം ലംബം 1ഉമായിട്ട് എടുത്താൽ √5 എന്ന് വരുമല്ലോ കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ വരയ്ക്കാം. ഞാനിവിടെ വരയ്ക്കുകയാണ്. പാദം 2 വേണം, ലംബം 1ഉം വേണം. ഒരു സെന്റിമീറ്റർ. അപ്പോൾ കിട്ടുന്ന കർണം എന്ന് പറയുന്നത് √5 ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √5 ആണ്. അപ്പൊ ഇത് √5 ആയല്ലോ. ഈ √5 കോമ്പസിലെടുത്ത് നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ആക്കിയാൽ പോരെ. കോമ്പസിൽ ആ √5 എടുക്കുക, 4 സൈഡും കംപ്ലീറ്റ് ആക്കുക. അപ്പം എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കുന്നത്? നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കണം അല്ലേ. സ്ക്വയറിൻ്റെ ഓൾ സൈഡ്സ് ഈക്വൽ ആണ്, ഓൾ ആംഗിൾസ് 90 ഡിഗ്രിയുമാണ്. അപ്പോൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 90 ഡിഗ്രി വരയ്ക്കുക. അപ്പോൾ ഇതും √5 ആയി. ഇനി ഈ സൈഡിലും സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് പെർപെൻഡിക്കുലർ വരയ്ക്കുക.
അവിടെയും നമുക്ക് അതേ അളവ് തന്നെ എടുക്കുക. അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ആക്കാം. സ്ക്വയർ കംപ്ലീറ്റ് ആയാലോ എല്ലാ സൈഡും √5 അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 5 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പരപ്പളവ്. അപ്പോൾ 3 തരത്തിലും വരച്ചു. 3 തരത്തിൽ നിങ്ങൾ വരച്ച് പഠിക്കുക.